ഇത് നമ്മൾ ഇളക്കുവാണെങ്കിൽ ഹലോ എവ്രിവൺ, ദിസ് ഈസ് യുവർ മുഹമ്മദ് ഷമീർ ആൻഡ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുമ്പോൾ ഒരു കാര്യം പറയട്ടെ. ഈ വീഡിയോയിൽ കാണും പോലെ ആരും ചെയ്യാനോ അനുകരിക്കാനോ പാടില്ലെന്ന് ആദ്യമേ ശക്തമായി ഉണർത്തുകയാണ്. അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനോ എൻ്റെ ചാനലോ ഇതിന് ഉത്തരവാദി ആയിരിക്കില്ലെന്ന് ഉണർത്തിക്കൊണ്ട് വീഡിയോയിലേക്ക് കടക്കാം. ഇതിൽ ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചൊരു കാര്യം, അതായത് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെയ്യാനുള്ള സെറ്റപ്പ് റെഡിയാണ്. അതായത് ഒരു ഫോൺ ഞാനത് 2 വർഷം മുമ്പ് ഉപയോഗിച്ച ഫോണാണ്. അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങും മുമ്പ് ഉപയോഗിച്ച ഫോണാണ്. അതായത് ജിയോണിയുടെ ഒരു P5 മിനിയാണ്. അപ്പോൾ ഇത് കേടായി അവിടെ ഇരിക്കുവായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഫോണിനകത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് ഒന്ന് ആലോചിച്ച് ചെക്ക് ചെയ്ത്, അതായത് ഈ സ്ക്രീൻ അങ്ങനെ ഞാൻ മാറ്റാൻ പോവാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പോസ്റ്റ്മോർട്ടം വീഡിയോ. ഓക്കെ, വീഡിയോ പോകാം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് വളരെ റിസ്ക് എടുത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ടോട്ടലി ഈ ഫോൺ മൊത്തവും പോയിരിക്കുമായിരുന്നു. ഇപ്പോൾ വോയിസ് കൊടുക്കാൻ നേരത്തും ഈ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ആ എഫക്റ്റ് ഇപ്പോഴും എന്നിലേക്കുണ്ട്. അപ്പോൾ ഞാൻ ഹോം ബട്ടണിലാണ് ഇപ്പോൾ ATM കാർഡ് പോലത്തെ ഒരു കാർഡ് വെച്ച് ഇളക്കുന്നത്. അത് കിട്ടിയുള്ളൂ പെട്ടെന്ന് ഇളക്കാൻ. അപ്പോൾ മൊത്തം ഇത് നമ്മൾ സത്യം പറഞ്ഞ ഈ ഫോണിൻ്റെ സ്ക്രീൻ നമ്മുടെ മുകളിലത്തെ ആ ഗ്ലാസ് ഇളക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് ജിയോണി P5 മിനിയൊക്കെ പഴയ ഫോണാണ്, എന്നാലും ആ ഹോം ബട്ടണിലൂടെ ആണ് ഒട്ടിയിരിക്കുന്ന ഭാഗം ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. നമ്മളിവിടെ ഇത്രയും അഴിച്ച് വെച്ചിരിക്കുകയാണ്. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ ക്യാമറ സൈഡിലേക്ക് വരാം. അകത്ത് കയറ്റിട്ടുണ്ട്. ഇതിനുള്ളിൽ എന്താണെന്ന് അറിയില്ലല്ലോ. ഓ, കുറേ നാളായി ഫോൺ എടുത്തിട്ട്. അതായത് ഇത് 1 2 കഷ്ണമായി. അതൊക്കെ മാർക്ക് ചെയ്യാം. എത്രയാണ് ആദ്യം മുറിക്കാൻ പോകണം? ഓക്കെ, ഏകദേശം ഇവിടെ നിർത്തപ്പോൾ ഇതിൻ്റെ പകുതിയോളം വരാതെ കാണാൻ പറ്റും. ഞാൻ നല്ല സൂമിൽ വെച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അത് ഒടിഞ്ഞു. പകുതി ഒടിഞ്ഞു. ഓക്കെ, അതിൻ്റെ ഫുള്ള് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കട്ടയും മൂടും ഇളാൻ പോകുമെന്ന് പറയാം. ഫോൺ ഫുള്ള് ഇപ്പം ഈ ഇളക്കം കാണാം. ഓക്കെ, ആകെ പൊളിക്കേണ്ടി വന്നത് ഇത്രയും ഫോൺ. കാരണം ഇത് തറയെ വീഴുന്നതാണ്. ഇത് ഞാൻ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഡിസ്പ്ലേ മാറ്റിയാലുള്ള അകത്തെ അവസ്ഥ കാണാം. ഇവിടെ പൊളിക്കേണ്ടതുണ്ട്.
എടാ, അപ്പോൾ ഇതാണ് ഒരു ഫോണിൻ്റെ അകത്തെ പീസ്. അതായത് നമ്മുടെ ജിയോണി P5 മിനി കോംബോ ആണ് ഫോണ്. ഇത് ഇളക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. വെറും ബ്ലാക്ക് വൈറ്റ് അല്ല, അത് ഒരു ലെയറാണത്. ഇതാണ് എൻ്റെ കാണാൻ പറ്റും. ഇതാണ് സംഭവം. ഫോൺ ഇളക്കുമ്പോൾ ജിയോണി P5 മിനി എന്ന ഫോണിൻ്റെ അകത്തളം ഇതാണ്. ഇതാണ് നമ്മളൊരു ഫോണ് ഇളക്കുമ്പോൾ, അതായത് ജിയോണി P5 മിനി എന്ന ഫോണിനെ സംബന്ധിച്ചാണ്. ബാക്കി ഫോൺ ഞാൻ ഇളക്കി നോക്കിയിട്ടില്ല. സോ ഇളക്കുമ്പോൾ ഇങ്ങനത്തെ ഐറ്റംസാണ് കിട്ടുന്നത്. സോ നമുക്കിനി ഇത് കണക്ട് ചെയ്ത് വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല. ഇത് ഈ ഒരൊറ്റ ഇതാണ് ഇതിനെ കണക്ട് ചെയ്യുന്നത്. ഇത് ഇവിടെ കണക്ട് ചെയ്തിരിക്കുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് ഇതിൽ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫോണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണുന്നത്, ഫോൺ ഇങ്ങനെ നമ്മൾ പഴയതുള്ള വെച്ചുള്ള അവസ്ഥ ഇതാണ്. ഇത് ഇളക്കുമ്പോൾ ഇത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചു. ഇപ്പോൾ വളരെ കോസ്റ്റ്ലി ആണെന്ന് മാറ്റണമെങ്കിൽ. കാരണം ഇതാണ്, ഇത് കോംബോ ആണ് ഫോണ്. അതായത് ഡിസ്പ്ലേയും ടച്ചും ഒരുമിച്ച് വരുന്ന ഫോണാണ്. അപ്പോൾ ഏകദേശം 4000-ഓളം രൂപ ചേഞ്ച് ചെയ്യാൻ വേണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ജിയോണി P5 മിനിയുടെ അകത്തുള്ള അവസ്ഥ. ഇത് നമുക്ക് ഇനി വീണ്ടും ഇവിടെ വരുന്നത് നമ്മുടെ മൈക്കാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ അപ്പുറത്തുള്ളവർ കേൾക്കത്തില്ലേ, മൈക്കാണ് ഇവിടെ വരുന്നത്. ഇത് ഹോം ബട്ടണാണ്. അപ്പോൾ ഇവിടെ ഇതിനകത്താണെന്ന് തോന്നുന്നു എനിക്ക് മൈക്കെല്ലാം ഉള്ളത്. സോ പുറകിൽ ഇളക്കാൻ പോകണം. അതായത് ബാറ്ററി ഉള്ള ഭാഗം. ഇത് സാധാരണ ബാറ്ററി ഇളക്കാൻ പറ്റാത്ത ഭാഗം. മുമ്പത്തെ പഴയ മൊബൈലാണ് നമുക്ക് ബാറ്ററി ഉള്ള ഭാഗം ഇളക്കാൻ പറ്റും. ഇത് വന്നിരിക്കുന്നത് ഇത് മൈക്കോടുള്ള ഭാഗമാണ്. അതായത് നമ്മുടെ സ്പീക്കർ, മൈക്ക് അതുപോലത്തെ ചേർന്നുള്ള ഭാഗമാണ് വന്നിരിക്കുന്നത്. ഓക്കെയല്ലോ, ഇതിൻ്റെ ലെയറിൻ്റെ ഭാഗമാണ് ഇത്. നമ്മുടെ ഹോം സ്ക്രീന്, ഇത് നമ്മൾ സ്ക്രീനോട് ചേർന്ന് വരുന്നതാണ്. ഇത് ലെയറാണ്. നല്ല കോസ്റ്റ്ലി, വെറുതെ അല്ല ഇത് നല്ല കോസ്റ്റ്ലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പുറകെ ഇളക്കി നോക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ ഇതിൻ്റെ ബാറ്ററിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ഇതിൻ്റെ ബാറ്ററിയിൽ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ അകം. കുറേ നാളായി ഫോൺ എടുത്തിട്ട്. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അതിനകത്ത്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ ഫേസ് കാണിക്കാനാണ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം എനിക്ക് ഇത് ട്രൈപോഡും ഇതും രണ്ടും ഒരേ സമയം ഓപ്പറേറ്റ് ചെയ്യാൻ പാടാണ്. സോ ഞാൻ ഇതിനകത്തും ഒരു ലെയറാണ് നമുക്ക് വൈറ്റ് കളറിലാണ്. അപ്പോൾ ഫോണിൽ നമുക്ക് ഇളക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ക്യാമറ ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഒരു ടച്ച് ഫോൺ നമ്മൾ തുറക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്ക്രീനാണിത്. സ്ക്രീനിൻ്റെ പുറകെ നമ്മൾ ഒരു ഏകദേശം 3 ലെയർ
വലിപ്പത്തുള്ളതാണ്. അത് അത്രയും പ്രൊട്ടക്ഷനുള്ള, അത്രയും വില വരാന കാര്യം ഇവിടെ അത്രയും പ്രൊട്ടക്ഷനുള്ള ആളാണ് കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ആകെ 3 ലെയറോളം വലിപ്പമുണ്ട് ഇതിന്. ഏകദേശം ഞാൻ 2 പേപ്പറാണെന്നാണ് നമ്മൾ കരുതുന്നത്. ബട്ട് ഇത് 2 പേപ്പറല്ല, കട്ടിയുള്ള ലെയറാണിത്. അപ്പോൾ ഈ ലെയറിനകത്ത് എന്താണെന്ന് നോക്കിയാൽ ഇതാണ് നമ്മുടെ ടച്ചും കാര്യങ്ങളൊക്കെ. ഇളക്കി നോട്ടെ, ഫസ്റ്റ് ടൈം ഇളക്കി നോട്ടെ എന്താണ് വരുന്നത്. ഓക്കെ, ഇപ്പോഴാണ് സ്ക്രീൻ. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായി ഫോണ് എടുത്തിട്ട്, അതായത് അത് ഓപ്പൺ ചെയ്തിട്ട് ഒരുപാട് നാളായി. അതുകൊണ്ടാണ് ഈ ഒരു കാലം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യം ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ വീഡിയോസും കിട്ടാൻ വേണ്ടി ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തിരിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണും വരെ ഞാൻ തൽക്കാലം നിങ്ങളിൽ നിന്ന് വിടവാങ്ങുന്നു. It is signing off from your Mohammed Shamie from Shamie Tech Videos. Thanks for watching. Bye.